الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله يغفر لكم ذنوبكم والله غفور رحيم. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി ഓരോ ദിനവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, സെക്കൻഡും അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ലക്ഷക്കണക്കിന് പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഉച്ചഭാഷിണികളിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നിരന്തരമായി ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ഭൂമിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുഹമ്മദ് എന്ന നാമം ഉച്ചരിക്കാത്ത നിമിഷം ഭൂമിയിൽ ഉണ്ടാവുകയില്ല. കോടാനുകോടി മനുഷ്യര് നിരന്തരമായി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവിടെ ഹൃദയത്തിൽ നിന്ന് റബ്ബിനോടുള്ള തേട്ടം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നിരന്തരമായി ആ മുഹമ്മദ് എന്ന നാമം ഉച്ചരിക്കപ്പെടാത്ത ഒരു നിമിഷവും ഭൂമിയിലില്ലാത്ത വണ്ണം അല്ലാഹു പ്രവാചകന്റെ കീർത്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവാചകൻ മിത്രങ്ങളെയും ശത്രുക്കളെയും അങ്ങേയറ്റം സ്നേഹിച്ചു എന്നും കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കി. എന്നാൽ ആ പ്രവാചകനെ റസൂലായി അംഗീകരിച്ച് സാക്ഷ്യം വഹിച്ച വിശ്വാസികളുടെ നിലപാടെന്തായിരിക്കണം? ആ പ്രവാചകനോട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ച സത്യവിശ്വാസികൾ എങ്ങനെയാണ് തിരിച്ചു സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് ആ പ്രവാചകനോടുള്ള സമീപനം എന്തായിരിക്കണം? അതിന് കൃത്യമായൊരു രൂപം നമുക്ക് ആദ്യത്തെ വിശ്വാസി സമൂഹത്തിൽ നിന്ന് തന്നെ ലഭിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ദീൻ പഠിപ്പിച്ച സഹാബത്ത്, ഈമാൻ എന്താണെന്ന് പഠിപ്പിക്കപ്പെട്ട സഹാബത്ത്, പ്രവാചക സ്നേഹം എങ്ങനെയെന്ന് പഠിപ്പിക്കപ്പെട്ട സഹാബത്ത്, അവരുടെ ചരിത്രത്തിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രവാചകന്റെ ചര്യയെ അപ്പടി പിൻപറ്റിക്കൊണ്ടല്ലാതെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊണ്ടല്ലാതെ ഒരാൾക്കും പ്രവാചകനെ സ്നേഹിക്കാനാവില്ല എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. സൂറത്ത് ആൽ ഇമ്രാനിൽ 31-ാമത്തെ വചനത്തിലുള്ള പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നബിയെ അവരോട് പറഞ്ഞു കൊടുക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അള്ളാഹനെ സ്നേഹിക്കണമെങ്കിൽ തന്നെയും പ്രവാചകനെ പിൻപറ്റണം. അപ്പൊ പിന്നെ പറയാനില്ല, പ്രവാചകനെ സ്നേഹിക്കണമെങ്കിലും പ്രവാചകനെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേറ്റം പൊറുക്കുന്നവനും കരുണാവാരിയുമാകുന്നു. അള്ളാഹുവിനെ ഒരു മനുഷ്യൻ, ഒരു അടിമക്ക് ഏറ്റവും അധികമായി സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. സൃഷ്ടികളിൽ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണ്. ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ ഒരു മാർഗമേയുള്ളൂ, ആ പ്രവാചകനെ ചര്യ മനസ്സിലാക്കി പിൻപറ്റണം. അതായത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. റസൂലുള്ള അതിനൊരു വിശദീകരണം നൽകി. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എൻ്റെ ചര്യ ആര് ഇഷ്ടപ്പെട്ടുവോ അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, ആര് എന്നെ ഇഷ്ടപ്പെട്ടുവോ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എളുപ്പവഴികളോ സൂത്രവഴികളോ ഇല്ല എന്നർത്ഥം. ഇന്ന് കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങളോ രൂപങ്ങളോ അല്ല. ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ അതിന് കൃത്യമായ വഴി അള്ളാഹ് തന്നെ പറഞ്ഞു തരുന്നു, റസൂല് തന്നെ പറഞ്ഞു വരുന്നു. അള്ളാഹുവിനെ അനുസരിക്കാതെ എങ്ങനെയാണ് ഒരാൾക്ക് പ്രവാചകനെ സ്നേഹിക്കാനാവുക? ആ പ്രവാചകനെ സ്നേഹിക്കാതെ എങ്ങനെയാണ്, ആ പ്രവാചകനെ പിൻപറ്റാതെ, കൽപ്പന അനുസരിക്കാതെ, ചര്യ പിൻപറ്റാതെ ഒരാൾക്കും പ്രവാചകനെ സ്നേഹിക്കാനാവില്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, എൻ്റെ ചര്യ ഇഷ്ടപ്പെട്ടവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ, എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന്. ഇത് തെളിയിച്ചതാണ്, സഹാബത്ത് സ്നേഹിച്ചുകൊണ്ട് തെളിയിച്ചതാണ്. എന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ, മക്കളെ, സഹോദരങ്ങളെ, ഭാര്യയെ, ഭർത്താവിനൊക്കെ സ്നേഹിക്കുന്നവരാണ്, നമ്മളെ തന്നെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ആ സ്നേഹത്തിൽ നിന്ന് ഈ സ്നേഹത്തിൻ്റെ വ്യത്യാസം അത് ഈമാനിൻ്റെ ഭാഗമാകുന്നു എന്നതാണ്. വളരെ ശ്രദ്ധിക്കുക. ഇന്ന് നടക്കുന്ന പ്രകടനവും ഈമാനും തമ്മിലുള്ള അന്തരം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഈമാനിൻ്റെ ഭാഗമാണ് പ്രവാചകനോടുള്ള സ്നേഹം. റസൂലുള്ള പറഞ്ഞു, ഫവല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മൂമിനാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഞാനായിരിക്കണം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മിൻ വാലിദിഹി, സ്വന്തം മാതാപിതാക്കളെക്കാൾ, വവലദിഹി, സന്താനത്തെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അപകടമാണ്, പ്രശ്നമാണ്. സത്യത്തിൽ ഇതിൽ സന്തോഷ വാർത്തയും താക്കീതുമുണ്ട്. പ്രവാചകനെ സ്നേഹിക്കണമെന്ന സന്തോഷ വാർത്തയുണ്ട്, എളുപ്പത്തിൽ നടക്കില്ല എന്നുമുണ്ട്. കാരണം അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ
അത് ഈമാനാണ്. മൂമിനീങ്ങളല്ലേ നമ്മൾ? ഈ ഉമ്മത്തെല്ലാവരും അവകാശപ്പെടുന്ന മൂമിനീങ്ങൾ എന്നല്ലേ? അപ്പോ ആ സ്നേഹം വൈകാരികമല്ല എന്നർത്ഥം, കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല എന്നർത്ഥം. ഈമാനുണ്ടോ അവൻ സ്നേഹിച്ചിരിക്കണം എല്ലാറ്റിനേക്കാളും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ കണ്ടപ്പോൾ പ്രവാചകന് അങ്ങേയറ്റം സ്നേഹം തോന്നുകയും ഉമറിൻ്റെ കൈ പിടിച്ചു. അതിനേക്കാൾ ഒരു ആനന്ദം ഒരു സഹാബിക്കും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വന്നിട്ട് നമ്മളങ്ങോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം ഒരു സഹാബിക്കും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉമർ ഖത്താബിനുമുണ്ടായി അങ്ങനെ ഒരു സന്തോഷം. ഉടനെ പറഞ്ഞു ഉമർ ഖത്താബ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ല അന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. പ്രവാചകരെ, താങ്കളോടാണ് എനിക്ക് എല്ലാറ്റിനേക്കാളും ഇഷ്ടം, ഇല്ലാ നഫ്സി, എന്നെ കഴിഞ്ഞാൽ. ഉമർ ഖത്താബ് പറയാ, അത്യധികമായ സ്നേഹം കൊണ്ട് പറഞ്ഞതാ, വിരോധം കൊണ്ടല്ല ഇത് പറഞ്ഞത്. പ്രവാചകരോട് അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പ്രവാചകരെ, എന്നെ കഴിഞ്ഞാൽ ലോകത്തുള്ള സർവ്വതിനേക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ലാ തുഅ്മിനു ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ശരിയായില്ലല്ലോ ഉമറേ, ശരിയായില്ലല്ലോ ഉമറേ, നീ മൂമിനാവുകയില്ല നിന്നേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നത് വരെ. സാധാരണഗതിയിൽ ഒരു അന്യായമായിട്ട് പറഞ്ഞതല്ല, നമുക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവൂലേ? എല്ലാത്തിനേക്കാളും നബിയോട് സ്നേഹമുണ്ടെന്ന് സത്യത്തിൽ പ്രകടിപ്പിച്ചതായിരുന്നു ഉമർ ഖത്താബ്. അപ്പോഴും റസൂൽ തിരുത്തുകയാണ്, നിന്നേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നീ മൂമിനാവുകയില്ല. ഫഖാല ഉമറു, അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആൻ വല്ലാഹി ല അന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഇപ്പോൾ ഞാൻ അങ്ങയെ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഫഖാല നബിയു അല്ലാന യാ ഉമർ, ഉമറേ, ഇപ്പോൾ നീ ശരിയായി, നിന്റെ ഈമാൻ ശരിയായി, നിന്റെ വിശ്വാസം ശരിയായി. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. കളിതമാശ കൊണ്ട് നടക്കില്ല, റാലി കൊണ്ട് നടക്കില്ല, പായസം കൊണ്ടൊന്നും നടക്കില്ലത്. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കൽ അത്ര എളുപ്പമല്ല. അത് ഈമാനാണ്. അള്ളാഹുവിലും ആഖിറത്തിലും റസൂലിലുള്ള വിശ്വാസത്തിന്റെ ഈമാനിന്റെ പ്രകടനമായിട്ടാണ് ഓരോ സത്യവിശ്വാസിയും റസൂലിനെ സ്നേഹിക്കേണ്ടത്. സഹാബത്ത് അത് തെളിയിച്ചു. സ്വന്തം ജീവനെ അവഗണിച്ചുകൊണ്ട് അവർ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു. സെയ്ദ് ബിൻ ദസ്ന എന്ന സഹാബി, അവരൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കെ മുശ്രിക്കുകളുടെ കയ്യിൽപ്പെട്ടു. ആ മുശ്രിക്കുകൾ പിടിച്ചുകൊണ്ടുപോയി അന്ന് മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാന്റെ മുന്നിലേക്ക് പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ടു. നിന്നെ കൊല്ലാൻ പോവുകയാണ്, നിന്നെ കൊല്ലാൻ പോവുകയാണ്. സെയ്ദ് ബിൻ ദസ്നയോടാണ് പറയുന്നത്. അന്ന് അബൂ സുഫിയാൻ കാഫറുകളുടെ മുശ്രിക്കുകളുടെ നേതാവാണ്. അവസാനം അബൂ സുഫിയാൻ സെയ്ദിനോട് പറയാണ്, നിനക്ക് മോചനത്തിന് നിന്റെ വീട്ടിലേക്ക് പോകാൻ, നിന്റെ ഭാര്യയോടും മക്കളോടും ഒന്നിച്ച് സുഖമായി കഴിയാൻ ഒരു ചാൻസ് ഉണ്ട്. ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ്. നിനക്ക് പകരം നീ നബിയായി അംഗീകരിച്ച ആ മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി. നിന്നെ വിടാം. നിനക്ക് മക്കളോട് ഇഷ്ടമില്ലേ, ഭാര്യയോട് ഇഷ്ടമില്ലേ, അവരായിട്ട് ഇനിയും കഴിയണമെന്ന് മോഹല്ലേ? അതുകൊണ്ട് നീ റസൂലായി സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകരം വിട്ടു തന്നാൽ നിന്നെ വിട്ടുതരാം. ഉടനെ
സംശയിക്കാതെ ആർക്കാണെങ്കിലും ജീവനിൽ കൊതിയുണ്ടാവില്ലേ? ഭാര്യയും മക്കളുമായി സുഖമായി കഴിയണമെന്ന് മോഹമുണ്ടാവില്ലേ? പക്ഷേ സെയ്ദ് ബിൻ അദ്ദസിന പറയാണ്, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകത്തുൻ തൂദി വ അന്നീ ജാലിസും ഫീ അഹ്ലി. നിങ്ങൾ പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടുകാരോടൊപ്പം സുഖമായി കഴിയാൻ എൻ്റെ റസൂലിനെ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടു തരണമെന്നാണോ? എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളൂ, അല്ലാഹു തന്നെയാണ് സത്യം, എന്നെ വെറുതെ വിടുന്നതിന് പകരം അള്ളാന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടല്ലേ നിങ്ങൾക്ക് ഞാൻ കൊല്ലാൻ വിട്ടുതരുന്നത്? ധൈര്യമായിട്ട് കൊന്നോളൂ എന്നെ. എൻ്റെ ജീവന് പകരമായി, എൻ്റെ കുടുംബത്തോടൊപ്പം സുഖമായി കഴിയുന്നതിന് പകരമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് അള്ളാഹു തന്നെയാണ്, ഞാൻ ഇഷ്ടപ്പെടുകയില്ല. അമ്പരന്നു പോയി അബൂ സുഫിയാൻ. വിശ്വാസികളുടെ പ്രവാചകനോടുള്ള ആ സ്നേഹം ഈമാനികമാണെന്ന് തിരിച്ചറിയാണ്. അതുകൊണ്ടാണ് ഖുറൈശികളോട് അബൂ സുഫിയാൻ പ്രഖ്യാപിച്ചത്, മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ഈ അനുഭവത്തിൽ നിന്നാണ് അബൂ സുഫിയാൻ അത് പറഞ്ഞത്. കാഫിറായിരിക്കെ പറഞ്ഞതാണ്, മുസ്ലിമായതിനു ശേഷം പറഞ്ഞതല്ല, മുശ്രിക്കായിരിക്കെ പറഞ്ഞതാണ്. എന്താ പറയുന്നത്? ലോകത്തൊരാളെയും ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദിനെ പോലെ, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്ന പോലെ ലോകത്തൊരാളും അനുയായികളാൽ സ്നേഹിക്കപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. കാഫിർ ആയിരിക്കെ, മുശ്രിക്കായിരിക്കെ അബൂ സുഫിയാൻ പറഞ്ഞ വർത്തമാനമാണിത്. അവരങ്ങനെ സ്നേഹിച്ചത് പായസുണ്ടാക്കി കുടിച്ച് അവസാനിപ്പിച്ചതല്ല, അവര് ലഡു വിതരണം ചെയ്ത് അവസാനിപ്പിച്ചതല്ലത്. അവർക്കത് ഈമാനാണ്. മൂമിനായി മരിക്കണമെങ്കിൽ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടും പ്രവാചകനെ സ്നേഹിച്ചാലേ മൂമിനായി മരിക്കാൻ കഴിയുന്നവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഹുദൈബിയയിൽ വെച്ച് പ്രവാചകനും സഹാബത്തിനെയും ഉംറക്ക് വന്ന് തടഞ്ഞപ്പോൾ പലവിധ സന്ധി സംഭാഷണങ്ങൾ നടന്നു. പ്രവാചകന്റെ അടുക്കൽ പല നിവേദക സംഘങ്ങൾ ഖുറൈശികൾ അയച്ചു. അക്കൂട്ടത്തിൽ വാചാലനായ, തന്ത്രങ്ങൾ മെനയാൻ കഴിയുന്ന സഖീഫ് ഗോത്രത്തിലെ ഉർവത്ത് ബിൻ മസ്ഊദിനെയും ആ ഖുറൈശികൾ അയച്ചു ചർച്ചക്ക്. ഇക്കൊല്ലം മടങ്ങിപ്പോകണം, അടുത്ത കൊല്ലം ഉംറ ചെയ്യാം, ഇക്കൊല്ലം ഞങ്ങൾ കടത്തൂല, ഉറപ്പാണ് എന്ന് വർത്താനം പറയാൻ. ഇയാൾ വലിയ വാചാലനാ. അദ്ദേഹം വന്നു പ്രവാചകന്റെ മുന്നിൽ. എന്നിട്ട് വർത്താനം പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വഭാവമുണ്ട്. ആരോട് പറഞ്ഞ അയാളൊന്ന് തൊടുക, താടിമ പിടിക്കുക, മേല് പിടിക്കുക ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഉർവത്ത് ബിൻ സഖഫിക്ക്. ഇത് കാണുമ്പോ ഗ്രാമീണരായ സഹാബികൾ കൈ തട്ടിക്കളയാണ്. അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് കൈ നീണ്ടു വരുമ്പോൾ ചിലരുടെ കൈ വാൾപിടിയിൽ അമരുന്നത് അദ്ദേഹം കാണുകയാണ്. നേതാവായ ഈ ഉർവത്തിന്റെ കൈ തട്ടിമാറ്റുന്നു. നബിക്ക് ചുറ്റും നിൽക്കുന്ന സഹാബികൾ അന്തം വിട്ടുപോയി. അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു ചെന്നു. ചർച്ച പൂർത്തിയായില്ല അപ്പോഴും. എന്നിട്ട് പറഞ്ഞു, ഐ ഖൗം, മക്കയിലേക്ക് തിരിച്ചു വന്ന് ഖുറൈശികളോട് പറയും, ജനങ്ങളെ, ലഖദ് വഫത്തു അലൽ മുലൂക്, ഞാൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിവേദനമായി പോയിട്ടുണ്ട്. കൈസർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. പേർഷ്യൻ ചക്രവർത്തി കിസ്റായുടെ കൊട്ടാരത്തിലും ഞാൻ പോയിട്ടുണ്ട്. അബിസീനയിലെ ഭരണാധികാരി നജാഷിയുടെ കൊട്ടാരത്തിലും ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ഇൻ റഅയ്തു മലിക്കൻ ഖത്ത്, ഒരു രാജാവിനെയും ഞാൻ കണ്ടില്ല, മുഹമ്മദ് നബിയുടെ അനുയായികൾ ആ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന പോലെ ഒരു രാജാവിനെയും പ്രജകൾ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
സ്വർണ സിംഹാസനത്തിലിരിക്കുന്ന കൈസർ ചക്രവർത്തിയുടെ ആ ചുറ്റും നിൽക്കുന്ന പാരാവാരങ്ങൾ, കിസ്റ ചക്രവർത്തിയുടെ മുമ്പിലിരിക്കുന്ന, അല്ലെങ്കിൽ അബ്സീനയിലെ നജാഷി രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന അവരൊന്നും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അവർക്കതാണ് വലുത്. അള്ളാന്റെ റസൂലാണ് വലുത്. ഹുനൈൻ യുദ്ധത്തിൽ വമ്പിച്ച ഗനീമത്ത് സ്വത്ത് കിട്ടി. അത് തായിഫിലേക്ക് പോയി മടങ്ങി വന്നിട്ടാണ് വീതം വെച്ചത്. ഒരു സ്ഥലത്ത് അത് ശേഖരിച്ചു. ആട്ടിൻപറ്റങ്ങൾ, ഒട്ടകങ്ങൾ, സ്വർണം, വെള്ളി, ഈത്തപ്പഴം, ഗോതമ്പ്, അങ്ങനെ അനേകം. മക്കം ഫത്തഹിന് ശേഷമാണത്. മക്കയിൽ നിന്നുള്ള പൊതുവിശ്വാസികളും അതിലുണ്ടായിരുന്നു. ആ മക്കയുടെയും ഹുനൈന്റെയും മധ്യത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ യുദ്ധാർജിത സമ്പത്ത് സൂക്ഷിച്ചു വെച്ചത്. തായിഫിലേക്ക് പോയി മടങ്ങി വന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടാൾക്കാർക്ക് വീതിക്കുമ്പോൾ മക്കക്കാർക്ക് കൂടുതൽ നൽകി. പൊതുവിശ്വാസികൾ, ഇപ്പറഞ്ഞ അബൂ സുഫിയാൻ, മക്ക ഫത്തഹിന്റെ അടുത്ത് മുസ്ലിമായതാണ്. അദ്ദേഹത്തിന്റെ മകൻ മുആവിയ, ഈ അടുത്ത കാലത്ത് മുസ്ലിമായ ഖുറൈശി നേതാക്കന്മാർക്ക് റസൂലുള്ള അബൂ സുഫിയാന് 100 ഒട്ടകമാണ് അതിൽ നിന്ന് കൊടുത്തത്. 100 ഒട്ടകം. മകൻ മുആവിയക്ക് 100 ഒട്ടകം. അങ്ങനെ ആട്ടിൻപറ്റങ്ങൾ. ഇത് മദീനയിലെ അൻസാരികളുടെ മനസ്സിൽ ചെറിയ പ്രയാസം സൃഷ്ടിച്ചു. മക്ക വിജയിച്ചപ്പോ ഇനി നബിക്ക് മക്കക്കാരെ മതിയോ, നമ്മളെ വേണ്ടേ? ഒരു ചിന്ത, ഒരു മർമരം. പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, പരസ്പരം അങ്ങനെ പറയുന്നു. നമുക്ക് കുറച്ചേ തന്നുള്ളൂ, മക്കക്കാർക്ക് കൂടുതൽ കൊടുത്തു. അൻസാരികളുടെ നേതാവ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഈ കുശുകുശുപ്പ് കേട്ടപ്പോൾ അദ്ദേഹം പ്രയാസപ്പെട്ടു. ഉടനെ അള്ളാഹുവിന്റെ റസൂലിനെ സമീപിച്ചു. അള്ളാഹിന്റെ റസൂലെ, ഇങ്ങനെ ഒരു വർത്തമാനം അൻസാരികൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഞാൻ അവരുടെ നേതാവെന്ന നിലക്ക് താങ്കളുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയാണ്. നല്ല ഗുണം ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ അത്. ആദ്യം ചോദിച്ച റസൂലുള്ളാ, താങ്കളുടെ അവസ്ഥ എന്താണ്, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? ഞാൻ എൻ്റെ ജനതയുടെ നേതാവല്ലേ എന്ന് മാത്രം പറഞ്ഞു. എൻ്റെ ജനങ്ങളുടെ നേതാവല്ലേ ഞാൻ. ഉടനെ റസൂൽ പറഞ്ഞു, അവരെ വിളിച്ചുകൂട്ട്. ആ അൻസാരികളുടെ എൻ്റെ മുന്നിൽ വിളിച്ചുകൂട്ട്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചുകൂട്ടി. റസൂലുള്ളാ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നതായി ഞാൻ കേട്ടു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വലാലത്തിലായിരുന്നു. ഞാൻ നിമിത്തമായി അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി. നിങ്ങൾ ദരിദ്രരായിരുന്നു, ഞാൻ വഴി നിങ്ങൾക്ക് അള്ളാഹു ഐശ്വര്യം നൽകി. നിങ്ങൾ പരസ്പരം നൂറ്റാണ്ടുകളായി ശത്രുക്കളായിരുന്നു, ഞാൻ നിമിത്തമായി അള്ളാഹു നിങ്ങളെ കൂട്ടിയിണക്കി. ആളുകൾ ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലുമായി പോകുന്നത് തൃപ്തിയല്ലേ? അൻസാരികൾ പൊട്ടിക്കരഞ്ഞുപോയി ആ ചോദ്യത്തിൽ. ആളുകൾ ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുപോകുന്നു, നിങ്ങൾ പോകുന്നത് അള്ളാഹുവിന്റെ റസൂല് കൂടിയാണ്. അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ഒട്ടകം വേണ്ട, ആട് വേണ്ട, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അത് മതി, റസൂല് മാത്രം മതി ഞങ്ങൾക്ക്. ആട് വേണ്ട, ഒട്ടകം വേണ്ട, സ്വർണം വേണ്ട, വെള്ളി വേണ്ട. അതായിരുന്നു അവരുടെ ഈമാൻ. ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ കാണുന്ന ഈ കോപ്രാടികളായിരുന്നില്ല സത്യത്തിൽ അള്ളാഹിന്റെ രക്ഷയ്ക്ക് വേണ്ടി, പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു, തൃപ്തിപ്പെട്ടു. അങ്ങനെ തൃപ്തിപ്പെടുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم عباد الله وإياي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിൻ്റെ ഒന്നാമത്തേത് അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കുക. രണ്ടാമത്തേത് ആ പ്രവാചകന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. റബ്ബിനോട് അള്ളാഹുവിന്റെ റസൂലിന് രക്ഷയും കരുണയും നൽകണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കൽ ബാധ്യതയാക്കി അള്ളാഹു തന്നെ. ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ വചനം ഓരോ സത്യവിശ്വാസിക്കും നിർബന്ധമാക്കി. പ്രവാചകന്റെ സാക്ഷ്യം റിസാലത്തിന് സാക്ഷ്യം വഹിച്ചവർ, പ്രവാചകനെ സ്നേഹിക്കുന്നവർ, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ എങ്കിൽ ആ പ്രവാചകന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. സ്വർഗത്തിലേക്ക് ആദ്യം കയറി പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്നാലും ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ റസൂലിന് വേണ്ടി, റസൂലിനോടല്ല റസൂലിന് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നിർബന്ധമാണ്. അത് നിസ്കാരത്തിൽ മാത്രമൊന്നല്ല, അത്തഹിയാത്തിന് ശേഷം മാത്രമല്ല, ബാങ്ക് കഴിഞ്ഞാ അത് വേണം, ബാങ്കിന് മുമ്പല്ല. ഒക്കെ തിരിച്ചമർച്ചാക്കണം. ഷാഫി ഇമാം പോലും പറഞ്ഞതല്ലേ, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബാങ്കിന് മുമ്പ് അങ്ങനെ ഒരു ചര്യയില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനക്ക് മുമ്പായി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുത്ത ആളും കേട്ടവരൊക്കെയും. നമ്മിപ്പോ മൈക്കിൽ കൂടെ ബാങ്കിന് മുമ്പ് തന്നെ അത് കേൾക്കല്ലേ. എല്ലാം ഒന്നും തിരിച്ചു മറിച്ചാലേ ഇഷ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? പ്രവാചകന്റെ ചര്യയെ കോട്ടി മാറ്റിയാലേ തൃപ്തിയാവൂ എന്നതാണ് അവസ്ഥ. അപ്പോ ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയമായും അല്ലാഹു റസൂലുള്ളാഹിക്ക് കരുണയും രക്ഷയും നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാന്റെ മലക്കുകൾ റസൂലിന് രക്ഷയുണ്ടാവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, മലായികത്തുകൾ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കുക. പാമരന്മാര് വിചാരിച്ചിരിക്കണ സലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലിനോടുള്ള ഏർപ്പാടെന്നാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനക്കാണ് സലാത്ത് എന്ന് പറയാ. അള്ളാഹുവിനോട് നാം നടത്തുന്ന പ്രാർത്ഥനക്കാണ് സ്വലാത്ത് എന്ന് പറയുക. ആ സ്വലാത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷയും കരുണയും നൽകണേ റബ്ബേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനക്കും സ്വലാത്ത് എന്ന് തന്നെയല്ലേ പേരിട്ടേക്കണത്. 5 നേരം നിസ്കരിക്കുന്നതും ജുമാ നിസ്കരിക്കുന്നതും എല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിനൊക്കെ ആ പ്രാർത്ഥനക്കും അല്ലാഹ് സ്വലാത്ത് എന്ന് തന്നെയാണല്ലേ പറഞ്ഞത്. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടല്ലാതെ, പ്രവാചകനെ അനുസരിച്ചു കൊണ്ടല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല പരലോകത്ത്. സ്നേഹം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നാവുകൊണ്ടേ ഇത്തിരി പണിയുണ്ട്. അള്ളാഹുടെ കൽപ്പന മുഴുവൻ പാലിക്കണം, റസൂലുള്ളാഹിയുടെ കൽപ്പന പാലിക്കണം. നാട്ടിൽ പലതും നടക്കും, അത് നബിചര്യല്ല എന്ന് കണ്ടാൽ അതിൽ നിന്ന് അകന്നു മാറാൻ കഴിയണം. റസൂലിന്റെ ചര്യ മാത്രമേ ഞാൻ പിൻപറ്റൂ എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. സഹാബത്തിന്റെ വിവരറിയോ? ആ സഹാബത്ത് റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് പറയാണ്, അവരുടെ ചിന്ത എവിടം വരെ പോയി നോക്കണം. അവരുടെ ചിന്ത, അള്ളാഹുവിന്റെ റസൂലേ, താങ്കളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ, താങ്കളെ കാണുമ്പോൾ, താങ്കളെ സ്പർശിക്കുമ്പോൾ, താങ്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. പക്ഷേ റസൂലേ,
ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിച്ചാൽ പോലും സ്വർഗത്തിൽ അങ്ങ് ഏറ്റവും ഉന്നതിയിലായിരിക്കും. പരലോകത്ത് വെച്ച് താങ്കളെ കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നൊരാശങ്ക. അവരാശങ്ക നോക്കിയ ഞങ്ങൾക്ക് അല്ലാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിച്ചാൽ പോലും സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബിക്കാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവി. ഞങ്ങളൊക്കെ സാധാരണ പദവിയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് താങ്കളെ കാണാൻ കഴിയും? അവരെ ആഗ്രഹം നോക്കിയേ, ഇവിടെ കണ്ടത് പോരാ, ഇനി പരലോകത്തും കാണണം. ഉടനെ ആയത്തിറങ്ങി. സൂറത്ത് നിസായിലെ 69-ാമത്തെ ആയത്തിറങ്ങാനുള്ള കാരണം അതാണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. എളുപ്പവഴിയില്ലാന്നാ അപ്പോഴും പറഞ്ഞത്. റസൂലിനെ ഈ ദുനിയാവിൽ പരലോകത്തിൽ കണ്ട് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ എളുപ്പവഴികളില്ല. ജാഥ കൊണ്ടോ മുദ്രാവാക്യം കൊണ്ടോ ബാൻഡ് വാദ്യം കൊണ്ടോ നടക്കില്ല. അത് ആര് അല്ലാഹുവിനെ അനുസരിച്ചുവോ, ആര് റസൂലിനെ അനുസരിച്ചുവോ, അവർ പരലോകത്തിലും അല്ലാഹ് അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും. മിനൻ നബിയ്യീൻ, അതിൽ അമ്പിയാക്കളുണ്ട്. വസ്സുദ്ദീഖീൻ, നബിമാരെ സത്യപ്പെടുത്തിക്കൊണ്ട് കൂടെ നിന്നവരുണ്ട്. വശുഹദാ, ജീവൻ ബലിയർപ്പിച്ചവരുണ്ട്. വസ്വാലിഹീൻ, സജ്ജനങ്ങളുണ്ട്. അല്ലാഹ് നിർത്തുന്ന വാക്കൊക്കെ വഹസുന ഉലൈക റഫീഖാ, അവരെക്കാൾ ഉത്തമമായ ചങ്ങാതിമാർ മറ്റാരാണുള്ളത്? മുഹമ്മദ് നബിയോടൊപ്പം പരലോകത്തും കഴിയണമെങ്കിൽ ഈ മാർഗം മാത്രമേ ഉള്ളൂ. ആർക്കും താല്പര്യമില്ല. ഫർള് നിസ്കരിക്കാൻ പോലും നേരമില്ലാത്തവരാ ജാഥയെ പോണ്. ഫർള് നിസ്കരിക്കാൻ പോലും മെനക്കെടാത്തവർ പോലും ജാഥക്ക് പോയിട്ട് സ്വർഗം നേടാം എന്ന് കരുതുകയാണ്. അള്ളാഹനെ അനുസരിക്കാതെ, റസൂലിനെ അനുസരിക്കാതെ സാധ്യമാവില്ല. അതോടൊപ്പം തന്നെ അവർ അങ്ങേയറ്റം സ്നേഹിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോ തന്നെ പറഞ്ഞത് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചല്ലേ? അതിനു മുമ്പത്തെ നേതാവായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഖന്തഖ് യുദ്ധത്തിന്റെ തുടർച്ചയായി ഷഹീദായ സഹാബിയാണ്. അവരുടെ സ്നേഹത്തിന്റെ രീതി കൂടി ഒന്ന് മനസ്സിലാക്കിയോളൂ നിങ്ങൾ. അവരുടെ സ്നേഹത്തിന്റെ രീതി കൂടി മനസ്സിലാക്കിക്കോളൂ. ബദർ യുദ്ധം, മക്കയിൽ നിന്ന് പുറപ്പെട്ടു. കച്ചവട സംഘത്തെ തടയാൻ. പിന്നെയാണ് മനസ്സിലായത് അവര് രക്ഷപ്പെട്ടു. അബൂ ജാഹിലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന വലിയ സൈന്യം, അതിനെ നേരിടേണ്ടത്. റസൂലുള്ള സഹാബത്തിനെ വിളിച്ചുകൂട്ടി വഴിമധ്യത്തിൽ. റസൂലിനറിയാം കച്ചവട സംഘത്തെ തടയാൻ പോന്നവരാ. 313 ആളുള്ളൂ. അധികം അൻസാരികളാ, കുറച്ച് മുഹാജിറുകളും. റസൂലുള്ള ചോദിച്ചു, ഇങ്ങനെയാണ് അള്ളാഹു നമുക്ക് കച്ചവട സംഘത്തെ അല്ല, അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കുകളുടെ സൈന്യത്തെയാണ് നമുക്ക് നേരിടേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുഹാജിറുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ഖത്താബ് ഒക്കെ ഉടനെ പറഞ്ഞു, അതേ റസൂലേ, അതായാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് അവരെ നേരിടാം. നബിയുടെ മുഖം പ്രസന്നമായില്ല. ജനങ്ങൾ എന്തു പറയുന്നു എന്നാണ് ഒരു വാക്കുപയോഗിച്ചത്. ഉടനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. താങ്കൾ ഉദ്ദേശിച്ചത് ഞങ്ങളെയാണോ, മദീനക്കാരെ അൻസാരികളെയാണോ? റസൂൽ പറഞ്ഞു, അതെ. എങ്കിൽ താങ്കളിൽ ഞങ്ങൾ വിശ്വസിച്ചു, അള്ളാന്റെ റസൂലായി ഞങ്ങൾ വിശ്വസിച്ചു. താങ്കളെ ഞങ്ങൾ അഭയം തന്നു, താങ്കൾക്ക് ശത്രുക്കളിൽ നിന്ന് സുരക്ഷ നൽകി. എന്നാൽ താങ്കൾ ഏത് സൈന്യത്തെ നേരിടാൻ ഉദ്ദേശിച്ചുവോ അങ്ങോട്ട് പുറപ്പെടുക.
ഈ തിരമാലകൾ ഉയരുന്ന സമുദ്രം മുറിച്ചു കടക്കാനാണ് താങ്കൾ ഞങ്ങളോട് കൽപ്പിക്കുന്നെങ്കിൽ വല്ലാഹി സംശയിക്കേണ്ട, ഞങ്ങൾ അത് മുറിച്ചു കടക്കുക തന്നെ ചെയ്യും. ആ ആളാണത്. എന്നിട്ടത്തെ ഒരു വാക്കുകൂടി പറഞ്ഞു. ബനി ഇസ്രായേൽ ജൂതന്മാരില്ലേ, മൂസാ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല നബിയേ, ഫദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഉനാ ഖായിദൂൻ എന്ന് മൂസാ നബിയോട് ആ ബനി ഇസ്രായേൽ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങളില്ല, അങ്ങോട്ട് കുത്തിരിക്കാൻ പോകും. ഖുർആൻ പറഞ്ഞതാട്ടാ, സൂറത്ത് മാഇദയിലെ 24-ാമത്തെ വചനം. ഖുർആൻ പറഞ്ഞതാ അവരെ പറ്റി. മൂസയുടെ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങൾ കൊണ്ട് നടക്കൂല, ഞങ്ങൾ ഇവിടെ കുത്തിരിക്കാൻ പോകും. ഈ വാക്ക് ഞങ്ങൾ പറയില്ല. ഈ സമുദ്രം മുറിച്ചു കടക്കാൻ താങ്കൾ കൽപ്പിച്ചാൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. പ്രവാചകനെ എങ്ങനെ അനുസരിക്കണം, അതിൽ പിന്നെ തർക്കിക്കാൻ പറ്റില്ല. അതായിരുന്നു അവരുടെ സ്നേഹം. ഖന്തഖ് യുദ്ധം, ഏറെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ യുദ്ധം. പുറത്ത് 10,000-കണക്കിന് മുശ്രിക്കുകളുടെ സൈന്യങ്ങൾ, ഗത്ഫാൻ ഗോത്രം വേറെ, മറ്റു ചില ഗോത്രങ്ങൾ, അകത്ത് ജൂതന്മാരും മുനാഫിക്കുകളും. മദീനക്കകത്ത് ജൂതന്മാരും മുനാഫിക്കുകളും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വലിയൊരു പരീക്ഷ നേരിട്ട യുദ്ധ സന്ദർഭം. പ്രവാചകൻ ഒരു കൂടാരമൊരുക്കി, ആയിഷയും കൂടെയുണ്ട്. അതിൽ ഉറക്കം വരുന്നില്ല പ്രവാചകന്. ഉറങ്ങിയിട്ട് 1 ദിവസമല്ല, 2-3 ദിവസമായി. ഈ സൈന്യം, ഈ എൻ്റെ ഉമ്മത്തിനെ മുഴുവൻ, മദീന മുഴുവൻ നശിപ്പിച്ചാൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന, അള്ളോട് മാത്രം പ്രാർത്ഥിക്കുന്ന പിന്നൊരാൾ ഉണ്ടാവൂലല്ലോ റബ്ബേ എന്നോർത്തിട്ട് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞു മറിഞ്ഞും കിടക്ക. ആയിഷ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതായിരുന്നറിയോ? നമ്മുടെ ഉമ്മ ആയിഷ ബീവി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷയിൽ നിന്നാണ്. അപ്പോഴാണ് ഒരു ആയുധം കിലുങ്ങുന്ന ഒരു ശബ്ദം ഈ കൂടാരത്തിന് പുറത്ത്. നബി തിരിഞ്ഞും മറിഞ്ഞും കിടക്ക, ഉറക്കം വരാണ്ട്. അപ്പോഴാണ് കൂടാരത്തിന് പുറത്ത് ഒരു ആയുധം, വാള് വില്ലുമ മുട്ടുന്ന പോലത്തെ ഒരു ശബ്ദം. റസൂൽ ചോദിച്ചു, ആരാണത് പുറത്ത്? ഞാനാണ് റസൂലേ, സഅദ് ബിൻ മുആദാണ്. നം യാ റസൂലല്ലാഹ്, താങ്കൾ സുഖമായി ഉറങ്ങിക്കൊള്ളുക. ഈ സഅദിന്റെ ശരീരത്തിൽ റൂഹ് നിലനിൽക്കുന്നത് വരെ ഒരു ശത്രുവിനും താങ്കളുടെ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഈ സഅദിന്റെ ശരീരം തുളച്ചുകൊണ്ടല്ലാതെ ഒരമ്പും ആ കൂടാരത്തിലേക്ക് വരില്ല. ഈ സഅദിന്റെ ശരീരം വെട്ടിമുറിക്കാതെ ഒരു വാളും ആ കൂടാരത്തിലേക്ക് വരില്ല. എന്തറിഞ്ഞു നമ്മുടെ സഹോദരങ്ങളെ? ഈ ജനത എന്തറിഞ്ഞു? അള്ളാഹുവിന്റെ റസൂൽ ആര്, എങ്ങനെ സ്നേഹിക്കണം എന്നതിനെ പറ്റി നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടം വരുന്നു. നബിദിനം കൊണ്ടാടിയാലൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ സമൂഹമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ, അള്ളാഹുവിന്റെ ഏകത്വത്തിന് സാക്ഷ്യം വഹിച്ചവരാണെങ്കിൽ, മുഹമ്മദ് നബിയുടെ റിസാലത്തിന് സാക്ഷ്യം വഹിച്ചവരാണെങ്കിൽ, നമുക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കാനോ തൊടാനോ ഒന്നും റസൂലുള്ള ഇല്ലല്ലോ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഖിയാമത്ത് നാളെ വരെയുള്ളവർക്ക് സ്നേഹിക്കാനാ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ആ റസൂലിന്റെ ചര്യ, ആ സ്നേഹം ശരിക്കും നിങ്ങൾ പ്രകടിപ്പിക്കണം. ബിദ്അത്ത് കാണുമ്പോ, റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കതുമായി 1% പങ്കില്ല, ഞാൻ അതിൽ പെട്ടവനല്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നവനാണ് എന്ന് തെളിയിക്കണം നിങ്ങൾ. അങ്ങനെ തെളിയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അറിവില്ലാത്ത കാലത്ത് പലതും ചെയ്തു പോയിട്ടുണ്ടാവും, അതെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمة الله.